വ്യക്തിത്വാവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര താരം മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് മലയാളികൾ കൂടുതലായി വ്യക്തിത്വാവകാശം അഥവാ പേഴ്സണാലിറ്റി റൈറ്റ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. മോഹൻലാലിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ശശി തരൂരും കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. പലതരം അവകാശങ്ങൾ ഇന്ത്യയിലെ നിയമങ്ങൾ അനുവദിച്ചു നൽകുന്നുണ്ട്. അതിലൊന്നാണ് വ്യക്തിത്വാവകാശവും. എന്താണ് വ്യക്തിത്വാവകാശമെന്ന് കോഡ് പരിശോധിക്കുന്നു. വ്യക്തികൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ, അവരുടെ പേര്, ചിത്രം, സാദൃശ്യം, ശബ്ദം അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗത ഗുണങ്ങളുടെ വാണിജ്യ ഉപയോഗം എന്നിവ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടാണ് നിയമവഴി തേടുന്നത്. ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കുന്ന നിയമപരമായ പരിരക്ഷയാണ് പേഴ്സണാലിറ്റി റൈറ്റ് എന്ന് പറയുന്നത്. AI അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടുതലായി പ്രചാരത്തിലായതോടെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ശശി തരൂരുമൊക്കെ പല വേഷങ്ങളിൽ എത്തിത്തുടങ്ങിയത്. വഞ്ചനാപരമായ അല്ലെങ്കിൽ അപകീർത്തികരമായ ഉള്ളടക്കത്തെ ചെറുക്കുന്നതിന് ഇന്ത്യയിൽ പ്രചരണാവകാശം, സ്വകാര്യതാവകാശം എന്നിവ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അനുവാദമില്ലാതെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിൽക്കാൻ മറ്റുള്ളവർ തൻ്റെ വ്യക്തിത്വം ഉപയോഗിക്കുന്നത് തടയാൻ ഇത്തരം നിയമങ്ങൾ അവകാശം നൽകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പബ്ലിസിറ്റിയെയും അന്തസ്സിനെയും സംരക്ഷിക്കാൻ കോടതികൾ പലപ്പോഴും ഇടപെടാറുണ്ട്. ഇവയെ പലപ്പോഴും വ്യക്തിപരമായ അവകാശങ്ങളെക്കാൾ സ്വത്തവകാശമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മരണശേഷവും അവ നിലനിൽക്കുന്നു. AI സോഷ്യൽ മീഡിയയുടെയും ദുരുപയോഗത്തിൽ നിന്ന് വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയാണ്. 2006 ഇത്തരം ഹർജികൾ കൂടുതലായി ഹൈക്കോടതിയിലെത്തിയത്. അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായി, അല്ലു അർജുൻ, കോൺഗ്രസ് MP ശശി തരൂർ, മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ, ഷാരൂഖ് ഖാൻ, കാജോൾ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ ഒക്കെ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. പേഴ്സണാലിറ്റി റൈറ്റിൽ ഇന്ത്യയിലെ പ്രധാനമായും നിയമപരമായ അടിസ്ഥാനം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഇത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നുണ്ട്. KS കുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതിയുടെ 2017 വിധി സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിൽ സ്വന്തം വ്യക്തിത്വത്തിന്മേലുള്ള നിയന്ത്രണം ഉൾപ്പെടുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പകർപ്പവകാശ നിയമത്തിലും വ്യാജ സൃഷ്ടികൾ തടയുന്നുണ്ട്. ആരെങ്കിലും അവരുടെ ഉൽപ്പന്നത്തെ ഒരു സെലിബ്രിറ്റി അംഗീകരിച്ചതായി തെറ്റായി ചിത്രീകരിക്കുമ്പോൾ അത് സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം സെലിബ്രിറ്റികളുടെ സാമ്പത്തിക സ്രോതസ്സിനെയും അത് ബാധിക്കുന്നു. സംസാര സ്വാതന്ത്ര്യത്തെയും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെയും ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാനുള്ള അവകാശവുമായി കൂട്ടിയോജിപ്പിക്കാനാവില്ലെന്ന് കോടതികൾ നിലപാടെടുത്തതോടെയാണ് വ്യാജ സൃഷ്ടികൾക്ക് നിയന്ത്രണം വന്നു തുടങ്ങിയത്.